ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു വ്യക്തി ഒരു സ്ത്രീയെ റേപ്പ് ചെയ്താൽ ഈ വിക്ടിമിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടാമെന്ന് ഒരു കോടതി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് നടക്കുമോ എന്നല്ലേ? ഇത് നടന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു വിചിത്രമായിട്ടുള്ള ഉത്തരവ് പറഞ്ഞിട്ടുള്ളത് അലഹബാദ് ഹൈക്കോടതിയാണ്. എന്നാൽ അലഹബാദ് ഹൈക്കോടതി ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ഉത്തരവ് പറയുന്നത്. ഇതിനു മുൻപും ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കേസ് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഈ കേസ് നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് 2024. നരേഷ് മീന എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു 26-കാരനായിട്ടുള്ള ഒരാള് ഒരു പെൺകുട്ടിയോട് ജോലി വാഗ്ദാനം ചെയ്യുകയും, ജോലി എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ് പോലീസിലാണ് ജോലി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, 9 ലക്ഷം രൂപ വാങ്ങിക്കുകയും സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെപ്റ്റംബർ 2024 പോലീസ്, ഉത്തർപ്രദേശ് പോലീസ് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും കേസ് എടുത്തിട്ടുള്ളത് IPC 376 റേപ്പിനും 506 ക്രിമിനൽ ഇന്റിമിഡേഷനും അതുപോലെ തന്നെ IT ആക്ടിലെ 67 സെക്ഷൻ 67 വെച്ചിട്ടാണ് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേസ് അലഹബാദ് ഹൈക്കോടതിയിൽ എത്തുകയും ജസ്റ്റിസ് കൃഷാൻ പാലിന്റെ ബെഞ്ചിലാണ് ഈ ഒരു കേസ് എത്തിയിട്ടുള്ളത്. ഈ ഒരു പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ, ആവശ്യമുണ്ട്. കോടതി ഈ വ്യക്തിക്ക് ബെയിൽ കൊടുത്തു. കണ്ടീഷൻ വെച്ചിട്ടുള്ള എന്ന് പറയുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങി 3 മാസത്തിനുള്ളിൽ ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിക്കുക എന്നാണ് ബെയിൽ കണ്ടീഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കോടതി പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രോസിക്യൂഷനെ പറ്റിയിട്ടാണ്. ബെയിൽ നൽകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മതിയായ റീസണ് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടില്ല എന്നും കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഈ വ്യക്തിക്ക് വേറൊരു ക്രിമിനൽ റെക്കോർഡ്സോ ഒന്നുമില്ല, ക്ലീൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രിൻസിപ്പൾ ഉണ്ട്. പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ബെയിൽ എന്ന് പറയുന്നത് ഒരു റൂളാണ്, ജയിൽ എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസാണ്. അതുകൊണ്ട് തന്നെ ബെയിൽ നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കോടതി ബെയിൽ പറഞ്ഞിട്ടുള്ളത്. വേറെ റീസൺസും കാര്യങ്ങളൊന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടില്ല. എന്നാൽ 2023 അലഹാബാദ് ഹൈക്കോടതിയിൽ വേറൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു റേപ്പാണ്, ഒരു മൈനർ ആയിട്ടുള്ള 15-കാരിയെ റേപ്പ് ചെയ്ത കേസാണ്. അതിൽ IPCയും അതുപോലെ തന്നെ പോക്സോ കേസ് ഉൾപ്പെടെ ഉള്ള കേസാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കേസും ഇതേ ബെഞ്ചിൽ, അതായത് ജസ്റ്റിസ് കൃഷാൻ പാലിന്റെ ബെഞ്ചിലാണ് ഈ ഒരു കേസും വന്നിട്ടുണ്ടായിരുന്നത്. അതിലുണ്ടായിട്ടുള്ള വേർഡിക്റ്റ് എന്ന് പറയുന്നത്, അതിലൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. കോടതി പറഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടിയെ 6 മാസത്തിനുള്ളിൽ കല്യാണം കഴിക്കുകയും ഈ കുട്ടിയുടെ പേരിൽ 2 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യണമെന്നാണ് ആ പ്രതിയോട് പറഞ്ഞിട്ടുള്ളത്. ഈ 2 ഉത്തരവും പറഞ്ഞിട്ടുള്ളത് ഒരേ ജഡ്ജിയാണ്. ഈ 15-കാരിയെ റേപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചവരാണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ കൈമലർത്തി, അവൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് മാറിക്കളഞ്ഞു. അതിനുശേഷമാണ് കേസുകളുമായിട്ട് മുന്നോട്ട് പോവുകയും ഇങ്ങനെ ഒരു വേർഡിക്റ്റ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഒരു പോക്സോ കേസാണ്. ആ പോക്സോ കേസിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പറയുന്നത്? കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പോക്സോ കേസിൽ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള കോംപ്രമൈസോ ഒന്നും പാടില്ല, ശിക്ഷ നൽകിയേ പറ്റൂ എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇവിടെ സംഭവിച്ചതോ? ഇതിലൂടെ കോടതി എന്ത് മെസ്സേജാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്? നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ അവളെ പോയിട്ട് റേപ്പ് ചെയ്തോ, കല്യാണം നമ്മൾ നടത്തിത്തരാം എന്ന് പറയുന്നത് പോലെയല്ലേ ഇതുള്ളത്? ഇതിൽ എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ആർക്കും. കാരണം റേപ്പ് ചെയ്ത വ്യക്തികളോട് പറയുകയാണ്, നിങ്ങൾ അവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടാം എന്നുള്ളൊരു കാര്യം. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവായി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.